മെറ്റ ആഡ്സിൽ അബദ്ധത്തിൽ ഒരു ക്യാമ്പയിൻ ഡിലീറ്റ് ആയിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? പല ബിഗിനേഴ്സും പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഡിലീറ്റ് ആയി പോയ ഒരു ക്യാമ്പയിന് പഴയ രീതിയിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ പറ്റില്ല. അതായത് അതിന്റെ ലേണിംഗ് ഫേസ്, പഴയ പെർഫോമൻസ് ഹിസ്റ്ററി, ക്യാമ്പയിൻ ഐഡി എന്നിവ നമുക്ക് തിരികെ കിട്ടില്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾ കരുതണ്ട. ഈ ഒരു ക്യാമ്പയിന്റെ സെറ്റിംഗ്സ്, ടാർഗറ്റിംഗ്, ക്രിയേറ്റീവ്സ്, ആഡ് കോപ്പി, ഇതിന്റെ പെർഫോമൻസ് റിസൾട്ടുകൾ, അത് എന്തൊക്കെയാണ് ലീഡ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഇവ ഉപയോഗിച്ചിട്ട് അതേ ഒരു സ്ട്രക്ചർ വീണ്ടും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണുക, അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആഡ്സ് മാനേജർ ഏതാണോ അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ടു ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ വന്നതിന് ശേഷം ഡിലീറ്റഡ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡിലീറ്റഡ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ക്യാമ്പയിൻ ഡെലിവറീസ് ഡിലീറ്റഡ് ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ ഡിലീറ്റ് ആയി പോയതൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ആഡ് ഡിലീറ്റഡ് ഒന്നുകൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് സെറ്റ് ഡെലിവറി ഡിലീറ്റഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒന്നുകൂടെ ഡിലീറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഡെലിവറീസ് ഡിലീറ്റഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 3 ഫിൽറ്ററുകളും എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ഡിലീറ്റ് ആയി പോയ ക്യാമ്പയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ ആഡ്സെറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് 3 കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആഡ് സെലക്ട് ചെയ്യണം, ആഡ്സെറ്റ് സെലക്ട് ചെയ്യണം, അതുപോലെ ആഡ്സ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് ഇവിടെ എത്ര കോപ്പീസ് വേണം, അതേപോലെ തന്നെ സംഭവങ്ങൾ വേണം ചോദിക്കും. അതിന്റെ കൂടെ ഇവിടെ ടേൺ ഓൺ കോപ്പീസ് ഓഫ് ക്യാമ്പയിൻസ്, ആഡ്സെറ്റ്സ് ആൻഡ് ആഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഡ്യൂപ്ലിക്കേറ്റ് ആവും. പലപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ എറർ കാട്ടാം, ഡ്യൂപ്ലിക്കേറ്റ് ക്യാമ്പയിൻ നോട്ട് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റഡ് ആയ ക്യാമ്പയിനിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ റിവ്യൂ ആൻഡ് പബ്ലിഷ് എന്ന് കൊടുക്കുക. അപ്പോൾ അതിന്റെ ഒരു കോപ്പി ആയിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ആയി പോകുന്നുണ്ടാവുക. ഇവിടെ ജസ്റ്റ് പബ്ലിഷ്, അതിന്റെ കോപ്പി കിട്ടും എക്സാക്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള സെറ്റിംഗ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട ക്യാമ്പയിൻ പോലെ തന്നെ ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പബ്ലിഷ് കൊടുക്കുക. അതിന് ശേഷം മാത്രം ആ ഒരു ക്യാമ്പയിൻ ലൈവ് ആക്കുക. കാരണം ചിലപ്പോൾ അതിൽ എന്തെങ്കിലും എററോ കാര്യങ്ങളോ വന്നിട്ട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒരു ക്യാമ്പയിൻ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ പാനിക് ആവേണ്ട. ഇതുപോലെ നമുക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും. നമുക്കത് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷേ ഇങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മെറ്റാഡ്സ് റൺ ചെയ്യുന്ന ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപകാരപ്പെടും.